പോലും അതിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചു. അത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചത് പ്രോസിക്യൂഷൻ കോടതിയിൽ. അല്പസമയത്തിനു ശേഷം ഏകദേശം 3 മണിയോടുകൂടി ഈ കേസിൽ ഒരു ജാമ്യാപേക്ഷയിൽ ഒരു വിധി വരുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനു മുൻപ് ചിലപ്പോൾ ആ വീഡിയോ ദൃശ്യം കോടതി കണ്ടു നോക്കുവാനും സാധ്യതയുണ്ട്. അതിന്റെ ലിങ്ക് കോടതിയിൽ നൽകിയിട്ടുമുണ്ട്. പ്രതിഭാഗം കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ അത് ശ്രദ്ധയോടെ കേട്ടയാളാണല്ലോ ആജ്ഞ. എന്താണ് അവസാനം കോടതി ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? ഇനി വിധി മാത്രമേ, ജാമ്യാപേക്ഷയിൽ വിധി മാത്രമേ വരാനുള്ളൂ, അതോ അതിനു മുൻപ് ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കണ്ടു നോക്കണം എന്നുണ്ടോ? മഞ്ജുഷ, വിധി അതായത് ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞിരിക്കുകയാണ്. വിധി അല്പസമയത്തിനകം എന്തായാലും ഉണ്ടാകും. ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതിനാൽ ദൃശ്യം കോടതി കാണണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ കാണാൻ പാടില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മോശമായ കാര്യം കാണാൻ പറ്റില്ല എന്ന് പ്രതിഭാഗം ആരോപിക്കുമ്പോൾ തന്നെ ആ സോഷ്യൽ മീഡിയ, ആ വീഡിയോകൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് തന്നെയാണ്. അതിൽ ദ്വയാർത്ഥ പ്രയോഗമുണ്ട് എന്ന് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്ന് കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റിമാൻഡ് വേണ്ട, അതായത് റിമാൻഡ് വേണ്ട എന്ന് പ്രതിഭാഗം ആവർത്തിച്ച് പറയുമ്പോഴും, കാരണം പ്രതിയുടെ ഫോൺ കയ്യിലുണ്ട്, ഏത് സമയത്തും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് റിമാൻഡ് വേണ്ട എന്ന് പറയുന്നതും. പക്ഷേ പ്രോസിക്യൂഷൻ അത് കൃത്യമായി പറയുന്നുണ്ട്. പ്രമുഖനാണ് അദ്ദേഹം, അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ വിദേശത്തേക്ക് കടക്കാനുള്ള പദ്ധതികൾ ഇട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാലും വിദേശത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് ഒളിവിൽ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഭാരതീയ ന്യായ BNS മുന്നോട്ട് വെക്കുന്നതനുസരിച്ചിട്ട് ഈ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്ന 75(1), 75(4) ഈ 2 കുറ്റങ്ങൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റവുമാണ്, അങ്ങേയറ്റം ശിക്ഷ നിഷേധിക്കപ്പെടാത്ത കുറ്റവുമാണ് എന്ന് തന്നെയാണ് കോടതി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഈ ഒരു വകുപ്പിന്റെ ഒരു പിൻബലം കൂടി മുന്നോട്ട് വെക്കണം എന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. IT ആക്ട് 67 ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പ് എന്ന് പറഞ്ഞ് 75(1), 75(4) ഈ 2 വകുപ്പുകളാണ്. അത് അനുശാസിക്കുന്നത് അനുസരിച്ച്, ഭാരതീയ ന്യായസമിതിയുടെ അനുശാസിക്കുന്നത് അനുസരിച്ച് ചുമത്തിയ വകുപ്പുകൾ ജാമ്യം നിഷേധിക്കാൻ പറ്റാത്തത് തന്നെയാണ് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം ജാമ്യം നൽകിയാൽ നീതി ലഭിക്കില്ല. അതേ പരാമർശങ്ങൾ, അതായത് കുറ്റബോധമില്ല, താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ ഇതുവരെ ഇത്തരം ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന ദയാർത്ഥ പ്രയോഗങ്ങളുള്ള ഇതുവരെ താൻ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്ന വീഡിയോകളിലൊന്നും തനിക്ക് കുറ്റബോധമില്ല, അത് തെറ്റല്ല എന്നുള്ള നിലപാടിൽ പുറത്തു നിൽക്കുമ്പോൾ അത് ആവർത്തിക്കാനുള്ള സാഹചര്യവും സാധ്യതകളുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ജാമ്യം നൽകാൻ പാടില്ല എന്ന് ശക്തമായി തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഈ ജുവലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു പരാമർശമുണ്ടായപ്പോൾ അന്ന് ആളുകളെ അത്തരം ഒരു വലിയ സദസ്സിനെ അപമാനിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അതിനോട് പ്രതികരിച്ചില്ല എന്ന് നടിയുടെ പരാതി വായിച്ചു കേൾപ്പിക്കുമ്പോഴും അത് പിന്നീട് ആവർത്തിക്കുകയും അത് ഹണിറോസിന്റെ അമ്മ തന്നെ വിളിച്ചിട്ട്, മാനേജറെ വിളിച്ചിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കുടുംബം പോലും ഇടപെട്ട ഒരു കാര്യമായിട്ട് കൂടിയും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും അതിന്റെ പിന്നിൽ അതായത് ഇദ്ദേഹത്തിന്റെ വീഡിയോകളുടെയും അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുടെയും താഴെ മോശം കമന്റുകൾ ആവർത്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആരാധകരെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്നുമുള്ള കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മാത്രമല്ല ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് പ്രതിഭാഗം വാദിക്കുമ്പോഴും ഇലക്ട്രോണിക് തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്ന ലൈംഗിക അധിക്ഷേപം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാതെ പോകരുത്, അത് പരിഗണിക്കാതെ പോകരുത് എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിപാടിയുടെ ദൃശ്യങ്ങൾ മുഴുവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതിഭാഗം പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴും ഈ ദൃശ്യങ്ങളൊക്കെ, അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ പോലും പോലീസുകാരും അതായത് ACP ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ, അതായത് മുൻപ് ഹണിറോസിനോട് ഉൾപ്പെടെയുള്ള ദ്വയാർത്ഥ പ്രയോഗമുള്ള വീഡിയോകൾ മാത്രമല്ല ഈ
ബോബി ചെമ്മണ്ണൂർ അതുവരെ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളോടെ കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോകളൊക്കെ ഈ ACPക്കും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഷെയർ ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരെണ്ണം ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന തരത്തിൽ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് ACP വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസിന്റെ നേരെ മാത്രമല്ല, സ്ത്രീ സമൂഹത്തിന് മുൻപാകെ മൊത്തത്തിൽ ഇത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. ലൈംഗിക ചുവയോടെ തന്നെയാണ് സ്ത്രീ സമൂഹത്തെ, അല്ലെങ്കിൽ ലൈംഗിക അർത്ഥത്തിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് സ്ത്രീകൾ കണ്ടിരുന്നത് എന്നുള്ളത് തെളിവുകളാണ്, ഈ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയുണ്ടായി. ശരി, ഇലക്ട്രോണിക്സ്